ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ഒരു കോളേജിൽ പോകുന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചേ. രാവിലെ എണീറ്റപ്പോൾ തോന്നുന്നൊരു വ്ളോഗ് അങ്ങ് എടുത്താലോ എന്ന്. അപ്പോൾ എങ്ങനെ എടുക്കേണ്ട സത്യം പറയുന്നതൊന്നും അറിയത്തില്ല, കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതേ കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ ചായ ഇടാനായിട്ട് ടൈം കിട്ടിയില്ല, പെട്ടെന്ന് അങ്ങ് കാപ്പി ഇട്ടിട്ട് നേരെ നമ്മൾ എന്നിട്ട് ഇതേ ഒരുങ്ങി വന്നിട്ടുണ്ട്. വേറെ ക്ലിപ്സ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒരു അരമണിക്കൂറോളം നടക്കാനുണ്ട്, അതുകൂടാതെ വെള്ളം കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഇറങ്ങിയാൽ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ 8:15 ആയപ്പോഴാണ് ഇറങ്ങിയത്, കാരണം 9 മണിക്കത്തെ ബസ്സിനായപ്പോഴത്തേക്ക് നമ്മൾ 8:15 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെയും കൂടെ ഈ വീഡിയോ ഇത് കാണിക്കാമെന്ന് വെച്ച്. വെള്ളം കയറി, ഇതിപ്പോൾ 4ാമത്തെ വട്ടത്തെ വെള്ളപ്പൊക്കം, എന്ത് ചെയ്യാനെന്ന് പറയാം. അങ്ങനെ നമ്മൾ നീന്തി വേണം നമുക്കിനി പോകാനായിട്ട്. അപ്പം അങ്ങോട്ടേക്ക് നടക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളേ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, എന്നെ പകുതി വരെ അങ്ങോട്ടൊന്ന് ഇറക്കാൻ പറഞ്ഞു, കാരണം ഈ നടന്ന് വയ്യ, കാല് കഴിച്ചും, കാരണം ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് നടക്കുമല്ലോ, ഒരു അരമണിക്കൂർ നമുക്ക് നടക്കാനും ഉണ്ട്. അങ്ങനെ എൻ്റെ അച്ഛൻ പിന്നെ ഒരു പകുതി വരെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. 2ാമത്തെ ബസ്സാണ്. ഫസ്റ്റ് ബസ് കയറിയപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ ഇതേണ്ട എൻ്റെ സ്നേഹ കൂട്ടുകാരിയാണെങ്കിൽ അവളുടെ സ്റ്റോപ്പിന് കയറി. പിന്നെ നമ്മൾ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവൾ ഈ മാസ്ക് വെച്ചേക്കുന്നതിൻ്റെ ഇവർക്ക് ഈയിടെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അതാണ് അവളുടെ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, പാവം. അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയിട്ട് നമുക്കാണ് 3ാമത്തെ നിലയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഈ 3 വർഷവും നമ്മൾ ഈ 3ാമത്തെ നില തന്നെ സ്റ്റെപ്പ് കയറി മുടി എന്ത് ചെയ്യാനെന്ന് പറയും, കയറി മനുഷ്യൻ്റെ ഇടപാട് വരുമെന്നേ. അങ്ങനെ ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് പറയുന്നത്, വൃന്ദ ബ്ലോഗ് എടുത്തുകൊണ്ടിരുന്നു. അതാണ് ഇവൾമാർ ഈ പറഞ്ഞിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ അഭിനയിക്കാനായിപ്പോൾ ഒരു ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് വെച്ചാൽ തന്നെ ഇവൾമാർ വിചാരിക്കുന്നത് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പം തന്നെ എല്ലാം കൂടെ മുഖവും പൊത്തി അങ്ങ് പോകും. ഞാൻ ഫോൺ എടുക്കുമ്പോഴേ മുഖം പൊത്തും, എങ്ങനെയാണെന്ന് പറയാം. അത് കഴിയുമ്പോൾ എല്ലാവരും ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെയാണ്, വർത്തമാനം പറച്ചിലൊക്കെയാണ്. ഇവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ മെയിനാണ്. എന്ത് കാര്യമുണ്ടല്ലോ ഇവനെല്ലാം നിന്നെ ഓടി നടന്ന് ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഗോപികേശ്വരനാണ് ഞാൻ താമസിച്ചാണെന്ന്. ഇതിനെല്ലാവർക്കും അറിയില്ല ഗോപികേശ്വരരെ, പിന്നെ സ്നേഹയും പിന്നെ ആർക്കും അറിയാതിരിക്കത്തില്ല, കാരണം എല്ലാവരും എപ്പോഴും കാണുന്ന അവൾക്ക് ഒരു മടിയില്ല കേട്ടോ. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരു മടിയില്ല, എൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിന് എല്ലാത്തിനും ഉണ്ട്. പിന്നെ അത് ഞങ്ങൾ ക്യാൻറ്റീനിലൊക്കെ പോയി ജസ്റ്റ് ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ച് കണ്ടായിട്ട് നോക്കി, അല്ലാതെ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ചോറ് കഴിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം ഒത്തിരി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിച്ച് എല്ലാം ഇരുന്നപ്പോഴത്തേക്ക് ഉടനെ എല്ലാവരും കൂടെ മുഖം പൊത്താൻ തുടങ്ങി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്യാനെന്ന് പറ. അങ്ങനെ നമ്മുടെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക്, ഉച്ച കഴിഞ്ഞുള്ള ഒരു ഇൻ്റർവെല്ലുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വരാന്തയിലൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ. സാധാരണ മഴയുള്ള ദിവസം ഞാനാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തേ ഇല്ല, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ. എനിക്കാണ് തണുപ്പ് ഒത്തിരി പിടിക്കത്തുമില്ല. അങ്ങനെ നമ്മൾ കോളേജൊക്കെ വിട്ടിട്ടുണ്ട്. നമ്മൾ 3:45 കോളേജ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടൊന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.